എല്ലാവർക്കും സ്നേഹവന്ദനം. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നവനും ദിവസവും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. അബ്രഹാം വളരെ ദുഃഖിതനായിരുന്നു. എന്താ കാരണം നിങ്ങൾക്ക് അറിയണ്ടേ? അവൻ മക്കളില്ലായിരുന്നു. അവൻ അവന്റെ വിഷമം ദൈവത്തിനോട് പറഞ്ഞു. ദൈവം കൂടാരത്തിൽ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളെ നമുക്ക് എണ്ണാൻ കഴിയുമോ? അതുപോലെ തന്നെയായിരിക്കും നിന്റെ സന്താന പരമ്പരയും. അബ്രഹാം ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. അവൻ അബ്രഹാം വിശ്വാസമുള്ള പിതാവായി. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ അബ്രഹാം തന്റെ 100-ാമത്തെ വയസ്സിൽ സാരയെ ഇസാക്ക് ജനിച്ചു. അവൻ വളർന്നു വലുതായി. അവർ സന്തോഷമായി ജീവിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഒന്ന് പരീക്ഷിച്ചു. നീ സ്നേഹിക്കുന്ന മകനായ ഇസാക്കിനെ കൂട്ടി മോരിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചിരുന്ന മലമുകളിൽ എനിക്ക് വിലയായിരിക്കുക. ഒന്ന് ചിരിച്ചു നോക്കുക, ഏത് വിധാനമാണ് സഹിക്കാൻ കഴിയുക? എങ്കിലും അബ്രഹാം അതിരാവിലെ എണ്ണയിച്ച് കഴുതയ്ക്ക് ചിരിയും വിട്ട് 2 വേലക്കാരെയും മകൻ ഇസാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകും എടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ആ മല കണ്ടപ്പോൾ അബ്രഹാമിന്റെ മനസ്സൊന്ന് പിടച്ചു. അവൻ വേലക്കാരോട് പറഞ്ഞു, കട്ടയമായി നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ പോയി ബലിയർപ്പിച്ചു വരാം. അബ്രഹാം ബലിക്കുള്ള വിറക് ഇസാക്കിന്റെ തോളിൽ വെച്ചു. കത്തിയും അവൻ തന്നെ എടുത്തു. അപ്പോൾ ഇസാക്ക് ചോദിച്ചു, അപ്പ കത്തിയും വിറകുമുണ്ടല്ലോ, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാം പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. ദൈവം പറഞ്ഞ സത്യത്തെപ്പോൾ അബ്രഹാം ഒരു ബലിപീഠം പണിതു. അതിൽ വിറകഴുകി വെച്ച് ഇസാക്കിനെ ബലിപീഠത്തിന് മുകളിൽ കിടത്തി. മകനെ വിജയിക്കാനായി അബ്രഹാം കത്തി എടുത്തു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആകാശത്തിൽ നിന്നു, അബ്രഹാം അബ്രഹാം, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. നീ ദൈവത്തെ ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. എന്നാൽ നീ സ്നേഹിക്കുന്ന ഏകമകനായ ഇസാക്കിനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലമുക്കി നോക്കിയപ്പോൾ 100 ചെടികളിൽ കൊമ്പെടുത്ത് കിടക്കുന്നൊരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ബലിയർപ്പിച്ചു. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. നാം ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊണ്ടു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അപ്പോഴാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്കും ഉണ്ടാകും. ഇതാണ്